ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എൻ്റെ വീടും പരിസരവും പരിചയപ്പെടുത്തുന്നതാണ്. വീട്ടിലേക്ക് കയറി വരുന്ന വഴിയിൽ തന്നെ രണ്ടു ഭാഗത്തായിട്ട് ഭംഗിയായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ നിറയെ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വേണ്ട മരങ്ങളും ചെടികളുമുണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കിളികളുടെ ശബ്ദവും ചുറ്റുപാടുമൊക്കെ കാണുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി തരും. എൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ടെൻഷനും ഒക്കെ കുറഞ്ഞ് മനസ്സൊന്ന് റിലാക്സ് ആവും. എൻ്റെ വീട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഉമ്മ രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് രണ്ടാളും കൂടി ചേർന്ന് കുടം എടുത്തിട്ട് ഓടുന്നുണ്ട് പൈപ്പിൻ ചോട്ടിലേക്ക്. അവരുള്ളത് കൊണ്ട് വീട്ടിൽ സമയം പോണതേ അറിയുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരിക്കും. അവർ തന്നെ പൈപ്പ് തുറന്ന് വെള്ളം പിടിക്കാൻ തുടങ്ങി. ഉമ്മ കോഴിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. കേബേജാണ് അരിഞ്ഞു കൊടുക്കുന്നത്. കേബേജ് അരിയുമ്പത്തിനും ഉമ്മയുടെ കയ്യിൽ വന്നിട്ടാണ് കോഴി കൊത്തുന്നത്. കുറേ കോഴികൾ ഉണ്ടായിരുന്നതാണ് വീട്ടിൽ. നായ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ കോഴികളൊക്കെ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഉമ്മ വീട്ടിലെ കോഴികളെ പുറത്ത് വിടാതെ കൂട്ടിൽ തന്നെ ഇട്ട് തീറ്റ കൊടുത്തിട്ടാണ് നോക്കുന്നത്. അത്യാവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പുളി, ചക്ക, അങ്ങനെ അത്യാവശ്യം മരങ്ങളൊക്കെ വീട്ടിലുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാവൽ പഴമുള്ള മരമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൻ്റെ പുളിയും ചവർപ്പും ഒക്കെ നല്ല രസമാണ്. അതിനോടൊപ്പം തന്നെ വീട്ടിലെ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ ഒത്തുകൂടുമ്പോൾ നല്ല രസമാണ്. ഉമ്മ എപ്പോഴും വിറകടുപ്പിലാണ് ചോറ് വെക്കാറ്. വീട്ടിൽ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ ജോലികളും കുറഞ്ഞു കിട്ടും. അങ്ങനെ നമ്മൾ പൈപ്പിൽ വെള്ളം എടുത്തിട്ട് കുട്ടികളുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി പോവാണ്. അലക്കണ ഭാഗത്ത് തന്നെ കുറേ തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളവും അതിലേക്ക് കിട്ടും. തുണികളൊക്കെ സോപ്പ് പൊടി മുക്കി എടുക്കുന്നുണ്ട്. എന്നാൽ വേഗത്തിൽ ചളി ഇളകി വരുമല്ലോ. കുട്ടികളുടെ ഡ്രസ്സാണ് അലക്കിയെടുക്കുന്നത്. അല്ലാത്ത ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലാണ് ഇടാറുള്ളത്. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊന്നും ചളി പോകാറില്ല. അപ്പോൾ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് കല്ലിൽ തന്നെ അലക്കിയെടുക്കും. അലക്കുകല്ലിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഉമ്മ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചീനിമുളക് തൈയും അങ്ങനെ കുറേ തൈകൾ. ഉമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ടേബിളൊക്കെ സോപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. എല്ലാവരും ഉണ്ടാവുമ്പോൾ പിന്നെ ക്ലീനിങ് പരിപാടിയും കുക്കിങ്ങും ഒക്കെ വേഗം അങ്ങോട്ട് കഴിയും. കാറ്റായതുകൊണ്ട് തന്നെ നിറയെ പൊടികളുണ്ട്. പൊടികളൊക്കെ തട്ടി എല്ലാതും അതാത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ ടേബിൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കട്ടൻ ചായയും കുടിച്ച് കടിയും തിന്ന്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.